ഹലോ ഗൈസ്, അപ്പോൾ അല്ലൂസ് ഫാമിലിയിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. വേറെ എങ്ങോട്ടുമല്ല, കണ്ണൂരിലുള്ള പടശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അപ്പം പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്തുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് വൈകുന്നേരം ഒരു 5:52 ട്രെയിനുണ്ട്. ആലുവയിൽ നിന്ന് നമുക്ക് കണ്ണൂർക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാനാണ് പ്ലാൻ. അപ്പോൾ നേരെ തന്നെ ഞങ്ങളൊരു 4 മണി 4:30 ആയപ്പം വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നേരെ അതിൽ കയറിയിട്ട് നേരെ ഞങ്ങൾ ആലുവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിച്ചക്കൻ്റെ ആദ്യത്തെ ലോങ് ട്രിപ്പാണ് കേട്ടോ ഇത്. അപ്പം അവനെ 3 മാസമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോറ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അമ്പലത്തിനുള്ളിൽ ഞങ്ങൾ അവനെ കയറ്റുന്നില്ല. ഞങ്ങൾ 2-3 പേരായിട്ട് തൊഴുതു വന്നിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അങ്ങനെ നേരെ പോവുകയാണ്. അപ്പോൾ സിഗ്നലിൽ അവിടെ എത്തിയപ്പോൾ അല്ലുമ്മ നല്ല ബഹളം, കാറിനകത്തിരുന്ന് ഓരോന്നൊക്കെ കാണിക്കാനും പറയാനും ഒക്കെ തുടങ്ങി. ഇവളിപ്പോൾ നന്നായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചില ഇടക്കിടക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചെക്കപ്പനപ്പം തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണിരിക്കുന്നു. ചെറുക്കൻ നല്ല ഉറക്കമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എവിടെയെങ്കിലും ചെന്ന് നിന്നാലും ഉടനെ എണീക്കും കേട്ടോ, അത് നല്ല ഉറപ്പാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് എത്തിയപ്പോൾ തന്നെ ചെക്കനെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അമ്മ ചെക്കനെ എടുത്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒറ്റ ബാഗിലാണ് ഡ്രസ്സൊക്കെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും തിരിഞ്ഞും പിടിച്ചാൽ മതിയല്ലോ, പിള്ളേരും ഉള്ളതുകൊണ്ട് ഓരോരുത്തർ അവരെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒറ്റ ബാഗിലാണ് എല്ലാവരും ഡ്രസ്സും കൂടി എടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെന്നതുകൊണ്ട് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചായ കുടിക്കാൻ കയറി. അങ്ങനെ ചായ കുടിച്ച് ഞാനപ്പോൾ ഒരു ദോശ കഴിച്ചപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഞാനൊരു മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം ചായ കുടിച്ചു. പിന്നെ ഉഴുന്നുവടയും കഴിച്ചു. നേരെ പിന്നെ ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് അങ്ങോട്ട് വന്ന് ഇരിക്കുവാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം 3 ആയിരുന്നു. 3-ൽ വന്നിരിക്കുവാണ്. അപ്പോൾ ട്രെയിൻ ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ നോക്കിയിരിക്കുക. അപ്പോൾ ചെക്കൻ നല്ല സംസാരത്തിലിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിന്നപ്പോൾ ട്രെയിൻ വന്നു. ട്രെയിനിൽ അത്യാവശ്യം സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അധികം തിരക്കില്ലായിരുന്നു. എങ്കിൽ കൂടിയും ആലുവയിൽ നിന്ന് അത്യാവശ്യം ആൾക്കാർ ട്രെയിനടുത്ത് കയറിയത് കൊണ്ട് കുറച്ച് സീറ്റിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാവർക്കും സീറ്റ് കിട്ടി. പിന്നെ അവിടെ ഇവിടെ ആയിട്ടായിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇരിക്കാൻ പറ്റി. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് തൃശ്ശൂരൊക്കെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സീറ്റ് അങ്ങ് ലാവിഷായിട്ട് സീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സൊക്കെ നല്ല ആൾക്കാരായിരുന്നു, നല്ല സഹകരണമുള്ള ആൾക്കാരായിരുന്നു. നമ്മളോട് ഭയങ്കര സംസാരിക്കുകയും നമ്മുടെ പിള്ളേരെ എടുത്ത് കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളാണിത്. അപ്പോൾ ചെക്കനെ കണ്ടപ്പോൾ ഒന്ന് എടുക്കാൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളെങ്ങനെയാണ് കൊടുക്കില്ല എന്ന് പറയുക. അങ്ങനെ ചെക്കനെ എടുക്കുകയൊക്കെ ചെയ്ത് കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ തന്നെ അല്ലുമ്മ കുറച്ച് നേരം അലമ്പൊക്കെ കഴിഞ്ഞ് ഉറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് നേരം നമുക്ക് ഏകദേശം ഒരു 6 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പോൾ കുറച്ച് നേരം ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ ഒരു കളറിംഗ് ബുക്കൊക്കെ മേടിച്ച് കളർ അടിയൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സിൽ കുറച്ച് പേര് കോഴിക്കോടൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങി. കോഴിക്കോടാണ് അവരിറങ്ങുന്നത്. അവർ നല്ല ആൾക്കാരായിരുന്നു കേട്ടോ, നല്ല കൂട്ടായി. ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നല്ല കൂട്ടായിരുന്നു. അപ്പോൾ അവർ കോഴിക്കോട് ഇറങ്ങി. അപ്പം ഞാൻ നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടി പുറത്തിറങ്ങി നിൽക്കുവാണ്. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. കാരണം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഫസ്റ്റ് ആദ്യം തന്നെ ബസ് കിട്ടി നമുക്ക്. അങ്ങോട്ട് അവിടെ പടശ്ശിനിക്കടവ് വരെ എത്താനുള്ള ബസ്സല്ല, പിന്നെ വേറൊരു ബസ്സാണ് കിട്ടിയത്. അവിടെ നമുക്ക് അതിൻ്റെ അപ്പുറം അങ്ങോട്ട് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ ഓട്ടോയിൽ വേണം പോകാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ഓട്ടോയൊക്കെ കിട്ടി. പക്ഷേ അവിടെ വന്ന് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. റൂമൊക്കെ കിട്ടാൻ കുറച്ച് താമസം ഉണ്ടായി. പക്ഷേ നമുക്ക് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ കുറച്ച് നേരം ഇങ്ങനെ റൂമൊക്കെ കിട്ടി. അങ്ങനെ സെറ്റായി. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് റൂമൊക്കെ എടുത്തത്. അങ്ങനെ വന്ന് കിടന്ന് അപ്പം തന്നെ നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമുക്കിന്ന് മുത്തപ്പനെ കാണാൻ പറ്റത്തില്ല. കാരണം അവരുടെ കുടുംബത്തിൽ ആരോ മരിച്ചത് കൊണ്ട് നമുക്കിന്ന് മുത്തപ്പ വേഷം കെട്ടുന്നില്ല ആരും. അപ്പോൾ അതുകൊണ്ട് മുത്തപ്പൻ്റെ അനുഗ്രഹം കിട്ടില്ല. നടൻ തുറന്നിട്ട് കാണാനും പറ്റില്ലായിരുന്നു. അത് പക്ഷേ ഭയങ്കര ഒരു സങ്കടത്തിലായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, ഇനി എപ്പോഴെങ്കിലും വരാം, ചെക്കപ്പൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് വരാം എന്ന് വിചാരിച്ചപ്പോൾ അവനെയും കാണിക്കാം. ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇനി മുത്തപ്പനെ കാണാൻ പറ്റായിരുന്നു, ഇനി ചെക്കനെ കാണാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നൊക്കെ വിചാരിച്ച്. സാരില്ല, ഇനി എന്തായാലും അവൻ്റെ ചോറൂണ് കഴിഞ്ഞിട്ട് വന്ന് കാണാമെന്ന് വിചാരിച്ച് അവന് പറ്റിയാലും അവിടെ ചോറും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പോൾ വരാൻ സാധിക്കണേ എന്നാണ് പ്രാർത്ഥന.
അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നേരെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകും. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെയും നട തുറന്ന് ഇങ്ങനെ കാണാൻ പറ്റില്ലെങ്കിൽ തന്നെയും നല്ല തിരക്കും നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കുറേ കടകളും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് തിരക്കൊന്നും കാണത്തില്ല എന്ന് വെച്ചു. എങ്കിൽ കൂടിയും നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആർക്കും അങ്ങനെ ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. എല്ലാവരും വന്നു കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി അറിഞ്ഞതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇതിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മുത്തപ്പനെ അനുഗ്രഹം മേടിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാധിച്ചില്ല. പോട്ടെ, അടുത്ത പ്രാവശ്യം എന്തായാലും പറ്റണേന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പം നേരെ അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ചോറൂണിൻ്റെ ഒരു മണ്ഡപം കാണാം കേട്ടോ. അവിടെ ചോറൂണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് എന്നൊക്കെ. പിന്നെ നമ്മൾ ഒരു അമ്പലത്തിലും കാണാത്തൊരു കാഴ്ചയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പട്ടികൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് മുത്തപ്പന് കാവലിരിക്കുന്നത് പട്ടികളാണെന്ന് അറിഞ്ഞത്. അപ്പോൾ മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ 2 സൈഡിലും കാവൽ ഇതുപോലെ 2 പട്ടിയുടെ പ്രതിമ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തൊഴുത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ വലിയ നീണ്ടു നിവർന്നൊരു പുഴയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കാല് നനച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ കാല് നനക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ആരും ഇറങ്ങിയില്ല കേട്ടോ. കാരണം പിള്ളേർ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇനി അവരൊക്കെ ഇനി ബഹളം വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ. നിറച്ച് മീനുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. അങ്ങനെ കാലൊക്കെ കഴുകി ഞാൻ നേരെ മേലോട്ട് കയറി വരികയാണ്. അപ്പോൾ സന്ദീപേട്ടൻ അവിടെ നിന്ന് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതെൻ്റെ പുതിയ ചുരിദാറാണ്, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം നേരെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഞങ്ങൾ പിന്നെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ എൻ്റെ അച്ഛൻ ലോട്ടറിയുടെ ആളാണ്. അപ്പം എൻ്റെ അച്ഛൻ അവിടെ നിന്ന് ലോട്ടറിയൊക്കെ എടുത്ത് ചിലപ്പോൾ അടിച്ചാലോ എന്നുള്ള ഇതിൽ ലോട്ടറിയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് പോവുകയാണ്. പിന്നെ വഴിപാട് അവിടെ മറ്റേ വഴിപാട് കിട്ടുമല്ലോ, ഓരോ പ്രാവശ്യവും ഓരോന്നാണെന്നാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടത്. ഇന്ന് ഞങ്ങൾ ചെന്നപ്പം ഇതായിരുന്നു, വൻപയർ പുഴുങ്ങിയതായിരുന്നു. ചില സമയങ്ങളിൽ കടല പുഴുങ്ങിയതാണ്, തേങ്ങ കൊത്തൊക്കെ ഇട്ട് തരുമെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ ഞങ്ങൾ ചെന്നന്ന് വൻപയർ പുഴുങ്ങിയതായിരുന്നു. പിന്നെ നമുക്ക് ഈ ചായ കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ, വെള്ളം പോലെ ഇരിക്കുന്ന ചായ കിട്ടും. അപ്പോൾ പോണ വഴി ഒരു ബുക്കിൻ്റെ കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഞാനൊരു ബുക്ക് നോക്കി. കാരണം നമ്മളിത് മീഷോയിൽ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് അല്ലുമ്മേനെ കാണിച്ച് പടങ്ങളൊക്കെ കാണിച്ചൊന്ന് പഠിപ്പിക്കാമല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും വാങ്ങി. 60 രൂപയായിരുന്നു അവിടുത്തെ റേറ്റ്. ഇനി മീഷോയിൽ ഇതിൽ കുറച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് വാങ്ങിയപ്പോൾ 60 രൂപയായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അല്ലുമ്മേനെയും സന്ദീപേട്ടനെയും തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ കാണുന്നില്ല. അവർ നേരപ്പോൾ തന്നെ ഫ്രണ്ടിലോട്ട് വന്ന് അവിടെ പോയി നോക്കി ഞങ്ങളെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അല്ലുമ്മേനെയും സന്ദീപേട്ടനും തിരക്കി കുറേ നേരം അവിടെയൊക്കെ നടന്നു കേട്ടോ. അവരവിടെ അറ്റത്ത് പോയി നിൽക്കുന്നത് ഞാൻ പിന്നീടാണ് കണ്ടത്. അപ്പോൾ നേരെ ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇത് അല്ലുമ്മയുടെ കൈ കൊടുക്കുക, അല്ലുമ്മേൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് നടന്നു. പിന്നെ ചോറ് കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേർക്കവിടെ ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അടുത്ത പ്രാവശ്യം ചിങ്കപ്പനെയും കൊണ്ട് ചെല്ലുമ്പോൾ നമുക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ നേരെ അല്ലുമ്മയുടെ കയ്യിലെ ബുക്ക് കൊടുത്ത്. അവളെ കണ്ട പാടെ തന്നെ അവൾ എന്ത് സംഭവം എന്ന് മനസ്സിലായില്ല. പിന്നെ അത് തുറന്നൊക്കെ നോക്കി കേട്ടോ, അവൾക്ക് എന്തോ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ കുറേ പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ പടം കണ്ടപ്പോൾ അവൾ പറയുന്നുണ്ട് ഉമ്പ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അപ്പോൾ അതിന് പടമൊക്കെ കാണിച്ച് ഇനി പറഞ്ഞൊക്കെ കൊടുക്കാൻ നമുക്ക് ഓരോന്നൊക്കെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വഴിപാട് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ മറ്റേ പ്രസാദം കിട്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ആണുങ്ങൾക്ക് വേറെ സ്ഥലം, പെൺപിള്ളേർക്ക് വേറെ സ്ഥലം. അതായത് ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ 2 സീറ്റ് അപ്പുറത്തും ഇപ്പുറത്തും, ആണുങ്ങളുടെ സീറ്റ് ഇപ്പുറത്തും പെണ്ണുങ്ങളുടെ സീറ്റ് ഇപ്പുറത്തുമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ക്യൂ നിന്നിട്ട് ഉള്ളിൽ കയറി ആ വഴിപാട് മേടിച്ച് കഴിച്ചിട്ട് വേണം പോരാ. അപ്പോൾ ഇന്ന് വഴിപാടൊന്നും കൊടുക്കുന്നില്ല, വീട്ടിലേക്ക് കൊടുത്തു വിടത്തില്ല. കാരണം ഇങ്ങനൊരു സംഭവം ഉള്ളത് കൊണ്ട് ഇന്ന് വഴിപാടൊന്നും വീട്ടിലേക്ക് കൊടുത്തു വിടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വഴിപാട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു അതിനും നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വഴിപാടൊന്നും കിട്ടിയില്ല. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് അവിടെ പോയി ഇരിക്കുകയാണ്. അവിടെ ആ റൂമിലാണ് ആ പ്രസാദം ഉണ്ടാക്കണം. അവിടെ വൻപയർ പുഴുങ്ങിയത് കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുവാണ്. നല്ല ക്ലീനായിട്ടൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഇതാണ് ചായ. ഈ ചായ കാണുമ്പോൾ തന്നെ
നമുക്ക് ഒരു ഇത് തോന്നും, കാരണം അത് നല്ല വെള്ളത്തിലാണ് ചായ ഇരിക്കുന്നത്. പക്ഷേ ആ ചായക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ചായ ഒരുപാട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരു തുള്ളി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വീടിൻ്റെ അപ്പുറത്തുള്ള കുട്ടിക്കൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ തന്നെ എല്ലാം തൊഴുതൊക്കെ ഇറങ്ങിയത് കൊണ്ട് അപ്പോൾ ഇനി കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. എന്നാൽ ഞങ്ങൾ രാത്രി ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക്, കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കടകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്തായാലും രാവിലെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ പ്രസാദത്തിൻ്റെ ബാക്കി ഞാൻ കുറച്ച് വീട്ടിലേക്ക് റൂമിലേക്ക് കൊണ്ടുപോയിരുന്നുണ്ട്. അവിടെ നിന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കഴിക്കാൻ തന്നതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഇപ്പോൾ അവിടെ ഒരു കുട്ടി വന്നിട്ട് ആ അല്ലുവിനെ പിടിച്ചൊക്കെ നോക്കി കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വന്ന് അല്ലുവിനെ പിടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. കാരണം നമുക്ക് വന്ന വഴി തന്നെ ഇനി എന്തായാലും ഇവിടെ നിൽക്കണ്ട, 11 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് വന്ന വഴിക്ക് തന്നെയാണ് സ്നേക്ക് പാർക്ക്. അപ്പോൾ അത് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. സ്നേക്ക് പാർക്കിലെ വീഡിയോ പാർട്ട് 2 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.